ഹജ്ജിന് നറുക്കെടുത്തിന് വേണ്ടി കൊടുത്തിരുന്നു, കിട്ടി. കവർ നമ്പർ കിട്ടി, ഹജ്ജിന് പൈസ അടക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് വേലായുധന്റെ മകളെ കല്യാണം. അത്യാവശ്യം പൊന്ന് വാങ്ങാൻ വേണ്ടി ഒരാൾ 1,00,000 രൂപ അവനോട് കടം കൊടുക്കാൻ പറഞ്ഞിരുന്നു. അത് കൊടുത്തില്ല. ഈ വേലായുധന്റെ മകള് ഈ യശോദയെ, ഗോപികയെ അല്ലെങ്കിൽ സിന്ധുന്നോ എന്തോ പേരുള്ള ഈ കുട്ടിയിൽ മൈലാഞ്ചിട്ടിട്ടില്ല, കരഞ്ഞിരിക്കാണ്. ഒരു മീറ്ററിന്റെ പൊന്ന് പോലും അതിന്റെ തടിയിലില്ല. ആ പുരക്കാർക്ക് സമാധാനമില്ല. കുടുംബക്കാർ വന്നു തുടങ്ങി, പൊന്നു വാങ്ങിയിട്ടില്ല. അപ്പോഴാണ് എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, എന്തിനെടുത്ത് വെച്ചാ പറ, എന്തിനെടുത്ത് വെച്ചതാണ്? ഹജ്ജിനെടുത്ത് വെച്ചാണ്. അപ്പൊ നീ അറിഞ്ഞ് നേരെ പോയി, എടാ പൈസ ഒന്നും കിട്ടിയില്ലെങ്കിൽ പറയാം, എന്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ട്, ഹജ്ജിനെടുത്ത് വെച്ചാൽ. ഹജ്ജ് 2 മാസം കഴിഞ്ഞാൽ ഹജ്ജാന്ന് അവനും അറിയും, നിനക്കും അറിയും. വേലായുധന് ഈ പൈസ കിട്ടണമെങ്കിൽ അവന് 2 സെന്റ് ഭൂമി ഭാര്യയുടെ കുടുംബത്തിന് ഭാഗമായിട്ട് അനന്തര സ്വത്ത് കിട്ടിയിട്ടുണ്ട്, അത് വിൽക്കണം. അത് പെട്ടെന്നൊന്നും വിറ്റുപോകില്ല. ഇക്കൊല്ലത്തിന് എന്റെ ഹജ്ജ് മുടങ്ങി, എന്നാലും അള്ളാഹ് എടുക്കൽ നീ ഹജ്ജ് ചെയ്തിരിക്കും, നീ സാധിച്ചു. ആ പെണ്ണ് സന്തോഷത്തിൽ ഇറങ്ങിപ്പോയി. ആണോ അല്ലേ? പറ, ഇതിനാണ് ദീൻ എന്ന് പറയാ. ഈ ലോകത്തെല്ലാവരും ഒന്നാണ്, ഈ ലോകത്തെല്ലാവരും ഒന്നാണ്, ബാക്കിയൊക്കെ റബ്ബാണ്. അവിടുത്തെ കാര്യം ഇപ്പോഴും നമുക്കിവിടെ അറിയോ? പറ, റഹ്മത്തുള്ളാഹി ഖാസിമി സ്വർഗത്തിലാണ്, നിങ്ങൾക്ക് അറിയോ? എനിക്കറിയില്ല. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ.